ഹായ് ഓൾ, വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ നാളെയാണ് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര റിംഗ് തിയറിയുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റായിപ്പോയി, കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിക്കുന്നത്, ക്ഷമിക്കണം. സോ എന്തായാലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര റിംഗ് തിയറിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റിങ്ങും ഫീൽഡ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അപ്പോൾ ബേസിക്കായിട്ട് റിങ്ങിൻ്റെ ഡെഫിനിഷൻ വരുന്നുണ്ട്. അപ്പോൾ റിങ്ങിൻ്റെ ഡെഫിനിഷനൊക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് വെച്ചേക്കാം. റിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിക്കാൻ നമുക്ക് ബാക്കിയൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ പറയുന്ന ചില എക്സാമ്പിൾ തരും, എന്നിട്ട് ഇത് റിങ് ആണോ അല്ലയോ എന്ന് ഷോ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിങ്ങിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് നിങ്ങളത് റിങ് ആണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൽ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് വരുന്നുണ്ട്, ഇത് റിങ് ആണ് അത് റിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എക്സാമ്പിൾസ് എല്ലാം നോക്കി വെക്കണം. നെക്സ്റ്റ് വരുന്ന തിയറം എന്ന് പറയുന്നത് അതാണ്ട് ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു റിങ്ങിൻ്റെ പ്രോപ്പർട്ടീസുള്ള തിയറമാണ്. ഇതിലൊരെണ്ണം 2 മാർക്കിന് ചോദിക്കും. ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും 2 3 ഒക്കെ ചേർത്തിട്ട് 2 മാർക്കിന് ചോദിക്കും. അതേപോലെ തന്നെ ഇതായിരിക്കും നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഈ പറയുന്ന 3 2 മാർക്കിന് ഒരെണ്ണം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. 1 2 2 മാർക്കിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഹോമോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാവുന്നതാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഒന്നുകിൽ ഹോമോമോർഫിസിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഐസോമോർഫിസിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും. അതല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട്, ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഹോമോമോർഫിസം ആണെന്നോ ഐസോമോർഫിസം ആണെന്നോ ഒക്കെ പ്രൂവ് ചെയ്യാനും പറയും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഐസോമോർഫിസം വന്നു, ഐസോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും വരും. പിന്നെ എന്താണ് ഫീൽഡ്? അപ്പോൾ റിങ്ങിൻ്റെ ഡെഫിനിഷനേക്കാളും ഫീൽഡിൻ്റെ ഡെഫിനിഷനാണ് എക്സാമിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഫീൽഡാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതേപോലെ തന്നെ ഐസോമോർഫിസോ ഹോമോമോർഫിസോ ഒക്കെ ഉണ്ട്, അതും പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ്. ഇപ്പോഴാണ് നമ്മൾ ഫീൽഡിൻ്റെ ഡെഫിനിഷനിലോട്ട് വന്നത് കേട്ടോ. നേരത്തെ നമ്മൾ ഫീൽഡിൻ്റെ ഡെഫിനിഷൻ അല്ലായിരുന്നു. അപ്പോൾ ഫീൽഡിൻ്റെ ഡെഫിനിഷൻ വരുമ്പോൾ ഇതിനകത്ത് യൂണിറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. യൂണിറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അതിൽ ഓരോന്നും ഓരോ ഡെഫിനിഷനാണ്. അപ്പോൾ എന്താണ് യൂണിറ്റ് എന്നുള്ള ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യൂണിറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ Z14 യൂണിറ്റ് ആരൊക്കെയാണ്, ഇത് ചോദിക്കും കേട്ടോ. ഏതെങ്കിലും നമ്പർ ZN എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സെറ്റ് തന്നിട്ട്, ഏതെങ്കിലും ഒരു ZN തന്നിട്ട് അതിനകത്തുള്ള യൂണിറ്റുകൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ അത് ഫീൽഡാണോ അല്ലയോ എന്നൊക്കെ പ്രൂവ് ചെയ്യാനും പറയും. നമുക്കറിയാം പ്രൈം നമ്പർ വന്നാൽ മാത്രമാണ് ZP മാത്രമാണ് ഫീൽഡായിട്ട് മാറുന്നതെന്നൊക്കെ അറിയാം. ഓക്കെ, വലിയ മൊഡ്യൂളാണ്, അപ്പോൾ ലെങ്തി വീഡിയോ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻ്റഗ്രൽ ഡൊമൈൻ എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡൊമൈൻ്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. പിന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻ, അതിപ്പോൾ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റുകൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻ്റഗ്രൽ ഡൊമൈനിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് സീറോ ഡിവൈസസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, സീറോ ഡിവൈസസ് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് വരുന്ന റിലേറ്റീവ്ലി പ്രൈം ടു എൻ എന്ന് പറയുന്ന ഡിവൈസസ് ഓഫ് സീറോ ആർ പ്രിസൈസ്ലി റിലേറ്റീവ്ലി പ്രൈം ടു എൻ എന്ന് പറയുന്ന തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഇനി ഒന്നുകിൽ അതിൻ്റെ തിയറം ചോദിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൊറോളറി ചോദിക്കാം. കൊറോളറി ചോദിക്കുമ്പോൾ മാർക്ക് അനുസരിച്ച് ഒന്നുകിൽ നിങ്ങൾ ആ തിയറം സ്റ്റേറ്റ് ചെയ്യണം. കൂടുതൽ മാർക്കിനാണെങ്കിൽ ആ തിയറം പ്രൂവ് ചെയ്തിട്ട് പിന്നെ കൊറോളറി പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്താലും ആ തിയറം അതിൻ്റെ കൊറോളറി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻ്റഗ്രൽ ഡൊമൈനിലെ ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യുമെന്ന് പറയുന്ന തിയറവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ. നെക്സ്റ്റ് വരുന്നത് ഇൻ്റഗ്രൽ ഡൊമൈൻ കമ്മ്യൂട്ടേറ്റീവ്. ഇൻ്റഗ്രൽ ഡൊമൈൻ്റെ ഡെഫിനിഷനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സീറോ ഡിവൈസസിൻ്റെ ഡെഫിനിഷനായിരുന്നു. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സീറോ ഡിവൈസർ എന്താണ്, സീറോ ഡിവൈസർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഡൊമൈൻ എന്താണ്, ഇൻ്റഗ്രൽ ഡൊമൈൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇൻ്റഗ്രൽ ഡൊമൈൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് വരുന്നത്. ഇനി അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറം, എവരി ഫീൽഡ് എഫ് ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കണം. എവരി ഫീൽഡ് എഫ് ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ 2 മാർക്കിനോ 4 മാർക്കിനോ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ അതിൻ്റെ അടുത്ത തിയറവും എവരി ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ്. അതും 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ 15 മാർക്കിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് പോലും ഈ 2 ക്വസ്റ്റ്യനോട് ചേർത്തൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എവരി ഇൻ്റഗ്രൽ ഡൊമൈൻ, എവരി ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ്, എവരി ഫീൽഡ് ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിങ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിങ്ങിൻ്റെ ഡെഫിനിഷനും ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിങ്ങിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. പിന്നെ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് വെച്ചൊരു തിയറം പറയുന്നുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കുഞ്ഞു തിയറമാണ്, അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക.
പിന്നെ അടുത്ത വരുന്നത് ഫെർമാറ്റ്സ് ആൻഡ് ഓയിലർ തിയറമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എല്ലാം പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പേരുള്ള തിയറങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. പേരുള്ള തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കൊറോളറി എക്സാമ്പിൾ വേണം കേട്ടോ. എക്സാമ്പിൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ മൊഡ്യൂളിൽ എന്തുണ്ട്, സിലബസിൽ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് എന്തായാലും നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടായിരിക്കും. പിന്നെ അടുത്ത ഇതിനകത്ത് ഫെർമാറ്റ്സ് തിയറത്തിൽ കുറേ എക്സാമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾ എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണേ. അടുത്ത ഓയിലേഴ്സ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്. അപ്പോൾ ഈ തിയറം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്ഷനിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കുന്നത്. എക്സാമ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ ഓയിലേഴ്സ് തിയറം ഉണ്ട്. ഓയിലേഴ്സ് തിയറവും പ്രൂഫും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്താണ്, എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തിയറമാണ്. ഈ തിയറത്തേക്കാൾ കൂടുതൽ ഈ സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പേരുള്ള തിയറംസ് മാത്രം ഫോക്കസ് ചെയ്യുക. 3 തിയറമാണ് വരുന്നത്: ജനറലൈസേഷൻ തിയറം, പിന്നെ ഫെർമാറ്റ് തിയറം, ഓയിലർ തിയറം. പിന്നെ ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എക്സാമ്പിൾസ് ചോദിക്കും കേട്ടോ. ഈ സെക്ഷനിൽ നിന്ന് ഒരു എക്സാമ്പിൾ എന്തായാലും നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്ന സെക്ഷൻ ഫീൽഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. അപ്പോൾ അതിനകത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡൊമൈനിൽ നിന്ന് ഒരു ഫീൽഡ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു ഡെഫിനിഷനും അത് ഇക്വലൻസ് റിലേഷൻ ആണെന്നൊക്കെ ഉള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാവുന്നതാണ്. അത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ലെമ്മയാണ്. ഇത് ഓപ്പറേഷൻസ് വെൽ ഡിഫൈൻഡ് ആണെന്നുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിടണ്ട കേട്ടോ. ഇത് മൊത്തം പഠിച്ചോ. ഈ സെക്ഷൻ ഭയങ്കര എളുപ്പമാണ്. ഈ സെക്ഷനിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ചോദിക്കുമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഭയങ്കര എളുപ്പമാണ്. അതിൽ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അഡിഷൻ അസോസിയേറ്റീവ് ആണ്. അങ്ങനെ വരുന്ന ഈ ഒരു ഇൻ്റഗ്രൽ ഡൊമൈനിൽ നിന്നൊരു ഫീൽഡ് ഉണ്ടാക്കുന്നതിൽ വേണ്ടിയിട്ടുള്ള ഓരോ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓരോന്നും ഓരോ ലെമ്മയാണ്. ലാസ്റ്റ് ഒരു തിയറം. ആ തിയറം പ്രൂവ് ചെയ്യാനായിട്ടാണ് ഈ ലെമ്മ മൊത്തം പറഞ്ഞത്. ഇത് ഭയങ്കര സിമ്പിളാണ്. ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങളും ഭയങ്കര സിമ്പിളാണ്. പിന്നെ അതിനകത്തൊരു യുണീക്നെസ്സിൻ്റെ തിയറം വരുന്നുണ്ട്. അത് കുറച്ച് പാടായതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കിയേക്കാം. ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെയാണ്, പക്ഷേ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി പഠിക്കാതെ നിങ്ങൾക്ക് ഒഴിവാക്കിയേക്കാം. അതിന് മുന്നത്തെ സാധനം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചു വയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് റിങ്സ് ആൻഡ് പോളിനോമിയൽസ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ അതിൽ പോളിനോമിയൽ റിങ്ങുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ വരുന്ന തിയറം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതൊരു ഫീൽഡാണ്, അല്ലെങ്കിൽ റിങ് വിത്ത് യൂണിറ്റി ആണെന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എളുപ്പവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നിങ്ങൾ പഠിച്ചു വയ്ക്കണം. പോളിനോമിയൽ റിങ്ങുകളുടെ കളക്ഷനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പോളിനോമിയൽ റിങ്ങുകളുടെ കളക്ഷൻ്റെ എക്സാമ്പിൾസും പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇവാലുവേഷൻ ഹോമോമോർഫിസം ഫോർ ഫീൽഡ് തിയറി എന്ന് പറയുന്നൊരു തിയറമാണ്. ഇത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, കുറച്ച് പാടാണ്. പക്ഷേ 15 മാർക്കിൻ്റെ എസ്സേക്കൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. ആ തിയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസും വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കാം. ഇനിയാണ് ഈ ഒരു സെക്ഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം വരുന്നത് ഡിവിഷൻ അൽഗോരിതം. പോളിനോമിയൽസിലെ ഡിവിഷൻ അൽഗോരിതം. ഇത് 15 മാർക്കിൻ്റെ എസ്സേക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. 15 മാർക്കിൻ്റെ എസ്സേക്ക് ചോദിക്കാൻ പറ്റുന്ന 1 ഇവാലുവേഷൻ ഹോമോമോർഫിസം തിയറി, 2 ഇത് ഞാൻ ഡിവിഷൻ അൽഗോരിതമാണ് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രോബ്ലംസും ചോദിക്കും. പ്രോബ്ലംസ് ഇല്ലാതെ 15 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ എന്തായാലും വരത്തില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രോബ്ലംസ് ചോദിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട് ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ. അപ്പോൾ ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ തിയറവും എക്സാമ്പിളും വേണമെങ്കിൽ 15 മാർക്കിൻ്റെ എസ്സേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമ്പിൾ മാത്രം ചോദിക്കാം. അതിൻ്റെ കൊറോളറി ആയിട്ടൊരു ഫാക്ടർ തിയറവും വരുന്നുണ്ട്. അപ്പോൾ ഫാക്ടർ തിയറവും അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഈ ഒരു സെക്ഷനിൽ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് കൊറോളറിയൊക്കെ വരുന്നുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇറഡ്യൂസിബിൾ പോളിനോമിയലും ഉണ്ട്. ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെയും റെഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെയും ഡെഫിനിഷനും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 or 3 ഓവർ എ ഫീൽഡ് എഫ് ഈസ് റെഡ്യൂസിബിൾ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ 0 ഇൻ എഫ്. അപ്പോൾ ഇറഡ്യൂസിബിൾ ആയിട്ട് ബന്ധപ്പെട്ട് തിയറംസ് വരുന്നുണ്ട്. ആ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത തിയറത്തിന് പ്രൂഫില്ല. അപ്പോൾ ഇതൊരു കൊറോളറി മാത്രമേ ഉള്ളൂ. കൊറോളറിയുടെ പ്രൂഫ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെച്ചേക്കാം. എക്സാമ്പിൾസ് ഒരിക്കലും വിടരുത്. പിന്നെ ഐസൻസ്റ്റൈൻ ക്രൈറ്റീരിയൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. ഐസൻസ്റ്റൈൻ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന് ചോദിക്കാം. അതേപോലെ തന്നെ ഐസൻസ്റ്റൈൻ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു എക്സാമ്പിളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം. ഐസൻസ്റ്റൈൻ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുന്നൊരു കൊറോളറി ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐസൻസ്റ്റൈൻ ക്രൈറ്റീരിയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ പഠിക്കുക, അതിൻ്റെ കൊറോളറിയുടെ പ്രൂഫ് പഠിക്കുക. പിന്നെ യുണീക്നെസ് ഓഫ് ഫാക്ടറൈസേഷൻ, അതൊരു തിയറവും അതിൻ്റെ കൊറോളറിയുമാണ്. കൊറോളറിക്ക് മാത്രമേ പ്രൂഫുള്ളൂ. അപ്പോൾ ഈ തിയറംസ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ഈ എക്സാമ്പിൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ,
പിന്നെ ആക്ച്വലി വരുന്നത് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ഒരു 5 പേജ് PDF ആണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ PDF വേണമെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കാം, വേണമെങ്കിൽ എക്സസൈസ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ ചെറിയ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉറപ്പായിട്ടൊരു ചോദ്യം ഉണ്ടായിരിക്കും. ഫസ്റ്റ് മൊഡ്യൂളിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊരു 2 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ, കൂടുതൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനെങ്കിലും കാണും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ കാണാം, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞുതരാം. സെക്ഷൻ 18-ലെ 38-ാമത്തെ ക്വസ്റ്റ്യൻ, 48-ാമത്തെ ക്വസ്റ്റ്യൻ, 49A, അതേപോലെ തന്നെ 49B, സെക്ഷൻ 19-ലെ 23, 24 ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസിന് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ച് വെച്ചേക്കണം. അപ്പോൾ ഈ PDF വേണമെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.